അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ആടുജീവിതം ഇന്ന് തിയേറ്ററുകളിലെത്തി സിനിമ കയറി കണ്ടു. സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. അതുപോലത്തെ ഒരു സിനിമ എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ പോലും പറ്റില്ല. ശരിക്കും ഒരു ബ്ലസ്സിയുടെ ഒരു പടം പോലെ. നമ്മുടെ തന്മാത്ര, ഭ്രമരം, കാഴ്ച പടങ്ങളൊക്കെ നമുക്കറിയാം. നമുക്കത് ഒന്നിൽ കൂടുതൽ തവണ കാണാമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് പറ്റാത്തൊരു കാര്യമാണ്. ആ ലിസ്റ്റിലേക്ക് ഒരു സിനിമ കൂടി ബ്ലസ്സിയുടെ, അതാണ് ആടുജീവിതം. അതുപോലത്തെ ഒരു പടം. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെ പറ്റി കൂടുതൽ പറയാൻ വാക്കുകളില്ല. ശരിക്കും നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കൂടുതലും ഈ ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാർ, ആടുജീവിതം പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ചും കൂടി ഇതാവുക. ഈ സിനിമ ശരിക്കും ബുക്ക് വായിച്ചിട്ട് വേണം കാണാൻ. ബുക്ക് വായിക്കാതെയോ അല്ലെങ്കിൽ ഇതിൻ്റെ കഥ അറിയാൻ ശ്രമിക്കാതെയോ ഡയറക്റ്റ് ഈ സിനിമ പോയി കാണരുത്. അങ്ങനെ കാണുന്നവർക്ക് ചിലപ്പോൾ ലാഗ് അടിക്കും, ചിലപ്പോൾ കഥയുടെ ഒരു ഇത് മനസ്സിലാവില്ല, എങ്ങനെയാണ് ഇതിൻ്റെ പോക്കെന്ന് മനസ്സിലാവില്ല. ശരിക്കും നമ്മൾ ആ സ്റ്റോറി മനസ്സിലാക്കണം, ആ കഥ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം നമ്മൾ ഈ സിനിമ കാണാൻ പോകാൻ. ബുക്ക് വായിക്കാനാണ് ശരിക്കും നല്ലത്. പക്ഷെ ബുക്ക് വായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ കഥ മനസ്സിലാക്കിയിട്ട് ഈ സിനിമ കണ്ടാൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് കിട്ടും. കാരണം ഇത് ശരിക്കും നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ, നമ്മളിത് വായിച്ചിട്ടുള്ളത് തന്നെ നമുക്ക് സിനിമയിൽ നമുക്ക് ലയിച്ചിരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സിനിമ അനുഭവം തന്നെയാണ് ആടുജീവിതം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ സിനിമ കണ്ടു വന്നുള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കഥ സ്ലോ ആയിട്ടാണ് പോകണമെങ്കിൽ പോലും നമുക്ക് ഒരു തരത്തിൽ നമുക്കൊരു മുഷിപ്പ് ഫീൽ ചെയ്യില്ല. കാരണം നമുക്കറിയാം ഈ സിനിമ എന്താണെന്നുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ്. വേറെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകം. അത്രയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പോയി. ആ മനുഷ്യൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഡെഡിക്കേഷൻ കണ്ടിട്ട്. ഇതിലൊരു സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ, ഒരു ഷർട്ട് ഊരണ സീനൊക്കെ. എൻ്റെ പൊന്നു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈയടിച്ചില്ല. കാരണം ഞാൻ അത് കണ്ടിട്ട് ഞാൻ സ്റ്റക്കായി പോയി. പുള്ളിയുടെ ആ ഒരു ഇത് കണ്ടിട്ട് അത്രയും ഞെട്ടിച്ച് കളഞ്ഞു. അമ്മാതിരി ഡെഡിക്കേഷൻ പൃഥ്വിരാജ് നജീബ് എന്ന ആ ഒരു ക്യാരക്ടറിന് വേണ്ടി പുള്ളി കൊടുത്ത ഒരു ഇതുണ്ടല്ലോ, അത് ശരിക്കും ഞെട്ടിപ്പോയി. ഒരു നടൻ, ഇതിനു മുൻപ് മലയാളത്തിലൊരു നടൻ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇതുപോലൊരു ഡെഡിക്കേഷൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അമ്മാതിരി ഡെഡിക്കേഷനായിരുന്നു പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് ഈ ആടുജീവിതം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഗോകുൽ എന്ന് പറഞ്ഞ പയ്യനാണ് ചെയ്തിരുന്ന ഹക്കീം ക്യാരക്ടർ. ആ ക്യാരക്ടറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെഡിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ബോഡിയിലൊക്കെ സിനിമ കണ്ടത് നമുക്ക് മനസ്സിലാവും. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ഇതിലെ അറബിയായിട്ട് അഭിനയിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അർബാബ് നല്ല പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും നമുക്ക് ശരിക്കും അറബി തന്നെയാണ്, ഒമാനിലുള്ളൊരു അറബിയാണത്. എല്ലാവരും കിട്ടിയ റോളുകളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാള സിനിമയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു മാറ്റം തന്നെയായിരിക്കും. ആടുജീവിതം ഓൾ ഇന്ത്യ എല്ലായിടത്തും ഈ സിനിമ ചർച്ചയാവുന്നുള്ള കാര്യം ഉറപ്പുണ്ട്. എന്തായാലും നമ്മുടെ മലയാള സിനിമയിൽ നിന്നാണ് ഇതുപോലൊരു പടം. ഇതിൽ പിന്നെ റഹ്മാൻ സാറിൻ്റെ ആ ഒരു സ്കോറ്, പാട്ടുകൾ പറയാൻ മാത്രം പാട്ടുകളൊന്നുമില്ല. 2 പാട്ട് അതിൻ്റെ അകത്തുള്ളൂ. പക്ഷെ 2 പാട്ടും നല്ല സിനിമയ്ക്ക് പറ്റിയൊരു ഒഴുക്കിൽ പോയൊരു പാട്ട് തന്നെയായിരുന്നു. ബാക്കി കംപ്ലീറ്റ് സ്കോറുകളാണ്, പുള്ളിയുടെ സ്കോറുകളാണ്. പിന്നെ സിനിമയുടെ മേക്കിങ്, ബ്ലസ്സി പുള്ളി ഒന്നും പറയല്ല. അമ്മാതിരി മേക്കിങ് ആയിരുന്നു സിനിമയുടെ. കാരണം ആ മരുഭൂമിയിലെ ആ കാറ്റ് വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് പേടിയാവും. നമുക്ക് തന്നെ പേടിയാവും. ഇതിലൊരു മണൽക്കാറ്റ് വരുന്ന സീനൊക്കെ ഉണ്ട്. ഞാൻ വരെ പേടിച്ച് പോയി തിയേറ്ററിലിരുന്ന്. ഞാൻ തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി. കാരണം ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു ക്വാളിറ്റി ആയാലും ആ ഒരു സൗണ്ട് എഫക്റ്റ് ആയാലും ശരിക്കും ആ ഒരു വിഷ്വലും സൗണ്ടൊക്കെ എന്താ പറയുക, ഒരു ഭീതി തന്നെയായിരുന്നു. കൂടുതൽ പറയാനില്ല. നിങ്ങൾ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പിന്നെ സിനിമ കാണാൻ പോകുന്നതിന് മുന്നേ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. ബുക്ക് വായിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സ്റ്റോറി അറിയാൻ വേണ്ടി ശ്രമിച്ച് കാണുക. നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കും.